ഹേ ഓൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ദിവസത്തല്ല 2 ദിവസത്തും കൂടെ അങ്ങനെയാണ് ഇടുന്നത്. കാരണം ഞാൻ രണ്ട് ദിവസമാക്കി ഇടാൻ നോക്കുമ്പോൾ വീഡിയോക്ക് ലെങ്ത് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ടും കൂടെ ഒരു വീഡിയോയിലാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല ലേറ്റായിട്ടാണ് കേട്ടോ അപ്ലോഡ് ആക്കുന്നത്. ടൈമൊന്നും തന്നെ ശരിയാവണില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതായത് ഇപ്പോൾ നാളെ ക്ലാസ് ആണെങ്കിൽ ഇതിൻ്റെ തലേ ദിവസവും ആ ദിവസം കൂടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ തലേ ദിവസം ഈവനിങ് ആണ്. നല്ല മഴ പെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയനും അനിയത്തിക്ക് മഴയിൽ മദ്രസയിൽ പോകണം പറഞ്ഞിട്ട് അതിൻ്റെ തിരക്കൂട്ടിലും ബഹളമൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിലുണ്ടായിരുന്നേ. പിന്നൊരു കാര്യമൊക്കെ പറയാനുള്ളത്, ഇതെൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫല്ല, ഡേയ്സ് ഇൻ മൈ ലൈഫാണ് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം എന്നാൽ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ പറയുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കൽ ഇപ്പോൾ എൻ്റെ ഭയങ്കര കമ്മിയാണ്. കാരണം ഒക്കെ ഭയങ്കര മടിയാണ്. നോർമലി ഇങ്ങനത്തെ മൺസൂൺ സീസണിൽ വെള്ളം കുടിക്കൽ ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് റൂമിൽ വെച്ചിട്ടാണ് വേണ്ടപ്പോൾ കുടിക്കാൻ. എന്നാലും കുറവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഫസ്റ്റ് ഡേ ക്ലാസ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇതിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ബുക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണുള്ളൂ. അപ്പോൾ 5 സബ്ജക്റ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇംഗ്ലീഷ്, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, വേറൊരു സബ്ജക്റ്റും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് എനിക്ക് കിട്ടണില്ല. ഇപ്പോൾ ഒരു 5:15 ടൈമിലാണ് കേട്ടോ ഞാൻ ഇതിനൊക്കെ ഇരുന്നിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടില്ല. എന്തിലേലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ കുറേ സമയം കളയും. സ്പീഡിലൊന്നും ചെയ്യൂല. അപ്പം അങ്ങനെ പിന്നെ മഴകളും നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. കുറവുണ്ടായിരുന്നപ്പോൾ ഞാൻ ക്ലിപ്പ് എടുത്തില്ല. പിന്നെ വീണ്ടും നല്ല മഴ പെയ്തു. ചില ദിവസം ഇങ്ങനെ നല്ല മഴ പെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര മടിയാണല്ലോ. എസ്പെഷ്യലി സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാനേ തോന്നില്ല. എനിക്ക് പോകാൻ തോന്നാറില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് വെയിലൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും പോകാൻ മടി തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് കുറച്ച് തണുപ്പുള്ളതുകൊണ്ടാണ് ഫുൾ സ്ലീവ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഫുൾ സ്ലീവ് ഒന്നും ഇടലില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കി കവറിങ്ങിനൊക്കെ നിൽക്കുന്ന ടൈമിലാണ് മൂത്താപ്പ വന്നിട്ടുണ്ടായിരുന്നു. മൂത്താപ്പയും കുറച്ച് കസിൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ വേഗം പോയിട്ട് കട്ടൻ ചായ അല്ല, പാൽ ചായ ഇതിന്ന് ഇങ്ങനെ ചെതിൽക്കിന് പിന്നെ പാൽ ഒഴിക്കുകയാണ് ചെയ്യുക. പിന്നെ ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ പോയി കണ്ടു നോക്കുക. അങ്ങനെ ഒരു ചായ കുടിക്കുന്ന ടൈമിൽ ഞാൻ പിന്നെ ബാക്കി കവറിങ്ങിനൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് കഴിഞ്ഞ ക്ലാസ് ഉണ്ട് നാളെ. അപ്പോൾ എന്തായാലും ഒക്കെ കവറിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അവരന്ന് ചോക്ലേറ്റ് കഴിച്ചാണ് കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനതിൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അവൾക്കാണെങ്കിൽ പിന്നെ എന്ത് കിട്ടിയാലും അങ്ങനെ കഴിച്ചോളും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ കഴിക്കുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഇസ്നുവിൻ്റെ ഒപ്പം നല്ല കളിക്കലായിരുന്നു. ഇത് ഇക്കാക്കാൻ്റെ കുട്ടിയാണ് കേട്ടോ. വേറെ ആളും കൂടെ ഉണ്ട്. അപ്പോൾ ഓനിപ്പം നല്ല കളിയായിരുന്നു. ഓനിങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയ വിശേഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആൾ, യഹാൻ. അപ്പോൾ രണ്ടാളും കൂടെ നല്ല കളിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ ഓരോ കളികളൊക്കെ കണ്ട് നല്ല രസമല്ലേ കുട്ടികളെ കളികളൊക്കെ കാണാൻ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചായയും ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തതാണ്. അങ്ങനെ അതുള്ളൊരു കഴിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ നിസ്കരിക്കാൻ നിന്നു. മഗ്‌രിബ് നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പോകാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടുള്ള ക്ലിപ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ബാക്കി ക്ലിപ്സ് എടുക്കുന്നത്. തലേ ദിവസം നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലൈമറ്റ് ചേഞ്ചും അങ്ങനത്തെ ഒരു മൂടിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഉണ്ടായിരുന്നത്. നല്ല രസമാണ് കാണുമ്പോൾ. പക്ഷേ എനിക്ക് മടിയാണ് കേട്ടോ അങ്ങനത്തെ ക്ലൈമറ്റിലൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോവുക പറയുന്നത്. ഇങ്ങനെ കോസി ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, അതൊക്കെയാണ് ഇഷ്ടം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോയല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ പിന്നെ വേഗം തന്നെ ഡ്രസ്സ് ഇന്നലെ രാത്രി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ പിന്നെ കൂടുതൽ തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ മിക്ക എവിടേക്കും പോകുമ്പോഴും ഇടുന്ന ഡ്രസ്സ്. കാരണം എനിക്ക് ഒരു ഡ്രസ്സ് കംഫർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറേ കാലത്തിന് അയിമ തന്നെ നിൽക്കും. പിന്നെ മമ്മാൻ്റെ നിന്നൊക്കെ നല്ല ചീത്തകളൊക്കെ കേട്ടിട്ടാണ് പിന്നെ ഞാൻ അതൊന്ന് മാറ്റുക. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീച്ച് പ്രയറെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബുക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. കാച്ച ടൈം ടേബിളൊന്നും കിട്ടിയിട്ടില്ല, കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനിന്നാണ് ഫസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് ഞാൻ ബുക്കൊക്കെ ഫുൾ എടുത്ത് വെച്ച് ബാഗ് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ
ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നേരത്താണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച്, കാരണം ഇത് ഫസ്റ്റ് ഡേ കൂടെ ആയതുകൊണ്ട് നമുക്കൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ തപ്പലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേഗം പറഞ്ഞല്ലോ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. ഇതിലും ഞാൻ ഫുൾ സ്ലീവ് ഇട്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഫുൾ സ്ലീവ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ സ്കിൻ കെയർ എല്ലാം ചെയ്ത് ഞാൻ പിന്നെ മാറ്റി റെഡിയായി. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും മാക്സിമം ക്ലിയർ ആക്കിയിട്ട് അപ്ലോഡ് ആക്കാം. പിന്നെ ഞാൻ ലഞ്ചെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മമ്മയാണ് ഫുള്ള് സെറ്റാക്കിയത്. കാരണം ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഷെഡ്യൂളൊന്നും കറക്റ്റ് ആവില്ലല്ലോ. ഒരു 2 ആഴ്ച പോയാലാണ് ഒന്ന് ഷെഡ്യൂളെല്ലാം കറക്റ്റ് ആവുള്ളൂ. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കൂടുതൽ ക്ലിപ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കണം വിചാരിച്ചു, അങ്ങനെ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് എന്ത് ടൈപ്പ് ഓഫ് വ്ളോഗാണ് വേണ്ടതെന്നുള്ളതും കൂടെ കമൻ്റ് ആക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ അസ്സലാമു അലൈക്കും, ബൈ.